നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാധനങ്ങൾ വെച്ചിടത്ത് കാണാതിരിക്കുക, പരസ്പരം മാറ്റിവെക്കുക. നമ്മുടെ വീട്ടിലെ കുട്ടിച്ചാത്തൻ കളി തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി. അതിന്നത്തോടെ തീരണം. നിങ്ങള് വാ, നടക്കടാ. അമ്മേ, ഇനി ഇവിടെ ഒരു കാര്യത്തിനും ആരും തടസ്സം പറയാൻ പാടില്ല. ജ്യോതിയുടെ മേക്കപ്പ് ബോക്സ് ഞാൻ കണ്ടെത്തി തരും. നിന്റെ പ്രണയം എത്ര തീവ്രമാണെന്ന് പറഞ്ഞാലും അത് ഇടങ്കാലുകൊണ്ട് തട്ടിക്കളയാൻ എനിക്ക് പറ്റും. നിന്നെ ഞാൻ കണ്ടുപിടിക്കും. ഹരിയെ സ്വന്തമാക്കാൻ വേണ്ടി നിന്നെ കൊല്ലേണ്ടി വന്ന അതും ഞാൻ ചെയ്യും. ഹലോ, കൊറിയർ സർവീസിൽ അനന്തു അല്ലേ? അതെ. എനിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചപ്പോ നിങ്ങൾ കുറെ മുമ്പേ അതുമായിട്ട് പോകുന്നു അറിഞ്ഞു. എന്താ ഇതുവരെ എത്തിക്കാത്തെ? സോറി മാം, അഡ്രസ് ഒന്ന് പറയാമോ? എന്റെ പേര് ജ്യോതി, ഹൗസ് നമ്പർ 56, സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ. അയ്യോ, ഞാൻ അവിടെ വന്നിരുന്നല്ലോ. എന്നിട്ട് ഇവിടെ ആളില്ലായിരുന്നു കള്ളം പറയണ്ട. ഇവിടെ എല്ലാരും ഉണ്ടായിരുന്നല്ലോ. മാം, ഞാനവിടെ വന്നിരുന്നു. കൊറിയർ കൊടുക്കുകയും ചെയ്തു. ആരുടെ കയ്യില്? ഒപ്പിട്ട് വാങ്ങിച്ചതൊരു ജീവൻ എന്ന് പറഞ്ഞ ഒരാളാണ്. എന്താ പറ്റിയ മാഡം? ഒന്നുമില്ല, ഞാനൊന്ന് തിരക്കിയിട്ട് തിരിച്ചു വിളിക്കാം. ആ, ശരി മാഡം. അമ്മേ, അമ്മേ. ശരവണ, ഇവിടെ ആരെങ്കിലും ഒരു കൊറിയർ കൊണ്ടുവന്നോ? പണ്ടത്തെ പോലെയല്ല. ഇപ്പോ കുടുംബത്തിലെ എൻ്റെ അവസ്ഥയിൽ കുറച്ച് മോശം. പക്ഷേ എന്നെ ഒറ്റിക്കൊടുത്താലുണ്ടല്ലോ, ഞാൻ വിധിക്കുന്ന ശിക്ഷയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. എന്താ? അമ്മേ, എനിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു. അവരത് ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. ഏട്ടൻ അത് ഒപ്പിട്ട് വാങ്ങിച്ചു. ഇതുവരെ എന്റെ കയ്യിൽ വന്നിട്ടില്ല. അത് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവനോട് ചോദിച്ചാ പോരെ? ഞാനിപ്പോ അമ്മയെ വിളിച്ചത് എന്തിനാണെന്ന് അറിയാവോ? ഇതിപ്പോ 3 or 4 തവണയായി എനിക്ക് വരുന്ന പാഴ്സലുകള് അതേപോലെ കാണാതാവുന്നത്. ഇക്കാര്യത്തിലും അങ്ങനെ എന്തോ നടന്നിട്ടുണ്ട്. ജ്യോതിക്കൊരു കൊറിയർ വന്നിരുന്നോ? നീ അത് ഒപ്പിട്ട് വാങ്ങിച്ചോ? അല്ല, ഇവനത് ഒപ്പിട്ട് മേടിച്ചായിരുന്നല്ലോ. ഞാൻ കണ്ടതല്ലേ. ഞാനപ്പോ ഒരു ഫോൺ കോളിലായിരുന്നു. ഡാടാ, അതങ്ങ് എടുത്തു കൊടുക്കടാ. ഏട്ടനത് എവിടെയാ വെച്ചിരിക്കുന്നത്? മുറിയിലാണോ? ആ, ഞാൻ തന്നെ അത് മേടിച്ച. ഞാനും അത് ആലോചിക്കുന്നു.
ആ സാധനം മേടിച്ചിട്ട് എവിടെ വെച്ചു എന്നുള്ളതാ. എവിടെയാണെന്നൊരു പിടിയും കിട്ടുന്നില്ല. അല്ല അതെന്താ നിനക്കിത്ര മറവി? കുറച്ചു മുൻപേ സംഭവിച്ച കാര്യമല്ലേ? അതല്ല, അത്രയും മറവിയുള്ള ഒരാളാണെങ്കിൽ അത് വന്ന നിമിഷം എന്താ ഇവളെ ഏൽപ്പിക്കാതിരുന്നത്? കള്ളമാണമ്മ ഏട്ട പറയുന്നത്. അതെനിക്ക് ഉറപ്പാ. ഏട്ടൻ ആ മേക്കപ്പ് ബോക്സ് എന്തോ ചെയ്തിട്ടുണ്ട്. പിന്നെ എടി നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാനത് മറന്നു. ഞാൻ എന്തായാലും അത് തപ്പിയെടുത്ത് തന്നേക്കാം. അല്ലെങ്കിൽ ഇതാ നീ പുതിയ ഒരെണ്ണം വാങ്ങിച്ചോ. ഇതിൽ കൂടുതൽ പരിഹാരമൊന്നും ചെയ്യാനില്ലല്ലോ. പുതിയതൊന്നും എന്തായാലും വാങ്ങിക്കണ്ട. അല്ല, ഈ വീടിനകത്ത് തന്നെ എന്തായാലും വച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടി തരാം. പക്ഷെ സാധനം കിട്ടണം. എന്തിനാ അച്ഛാ വെറുതെ? അത് തെരയൊന്നും വേണ്ടെന്നേ. ഒരു കാര്യം ചെയ്യാം, ജ്യോതി എൻ്റെ കൂടെ വരട്ടെ. ഞാൻ അവൾക്ക് പുതിയ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്ത പോരെ? അതൊന്നും വേണ്ട. അത് നമുക്ക് തിരഞ്ഞേ പറ്റൂ. അത് തന്നെ കണ്ടെത്തിയേ പറ്റൂ. അല്ല അത് ഞാനിപ്പോ കാണിച്ചു തരാം. എവിടെയാടോ? രഘുവേട്ട, ചില വീടുകളില് ഈ കുട്ടിച്ചാത്തൻ കളിയെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? സാധനങ്ങൾ വെച്ചിടത്ത് കാണാതിരിക്കുക, പരസ്പരം മാറ്റിവെക്കുക. നമ്മുടെ വീട്ടിൽ ഈ കുട്ടിച്ചാത്തൻ കളി തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി. അത് ഇന്നത്തോടെ തീരണം. നിങ്ങൾ വാ, നടക്കടാ. അമ്മേ, ഇനി ഇവിടെ ഒരു കാര്യത്തിനും ആരും തടസ്സം പറയാൻ പാടില്ല. ജ്യോതിയുടെ മേക്കപ്പ് ബോക്സ് ഞാൻ കണ്ടെത്തി തരും. വാടാ. ശരവണ, എന്നമാ അവിടെ കുഴിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.